ഞാനിന്ന് മത്തൻ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായി ചെറിയ കഷ്ണം മത്തങ്ങ തോലും കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മത്തങ്ങ കഷ്ണങ്ങൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളിലേക്ക് നികക്കെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറിയിലേക്ക് അരപ്പ് ചേർക്കാനായി ഒരു മുറി തേങ്ങയുടെ പകുതി ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി കഷ്ണങ്ങൾ വേവാനുണ്ട്. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ചെറുതായി ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല മത്തങ്ങ കഷ്ണങ്ങൾ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് പാകത്തിനാക്കിയ ശേഷം കറി ഒന്ന് തിളപ്പിക്കണം. കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇതിലേക്ക് 1 കപ്പ് ഉടച്ച തൈര് കൂടി ചേർത്ത് ഇറക്കി വെക്കാം. തൈര് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.